യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നോട് സംസാരിച്ച വാക്യമാണ്, നമ്മളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചുവോ? യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ ക്ഷണിച്ചതുകൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പലതും നടന്നത്. ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യങ്ങളെ ഞാൻ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ കർത്താവിനോട് സംസാരിച്ച് യേശുവിനെ നിങ്ങൾ ക്ഷണിച്ചുവോ? നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ക്ഷണിച്ചുവെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖം പ്രകാശിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവവചനത്തിൽ നോക്കാം. കാനായിലെ കല്യാണത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയും അവർ ക്ഷണിച്ചിരുന്നു. യേശുവിനെ ക്ഷണിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരും വന്നിരുന്നു. അന്ന് ആ വീഞ്ഞ് തീർന്നു പോകുന്ന ഒരു സംഭവം അവിടെ നമുക്ക് കാണാം. യഹൂദന്മാരുടെ ആചാരപ്രകാരം വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മാന്യതയ്ക്ക് ഭംഗം വരികയാണ്. ഇവിടെ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയം യേശുവിനോട് പറയാ, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ യേശു പറയാം, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. കാരണം യേശുവിന് അത്ഭുതം ചെയ്യാനുള്ള സമയം ആയിട്ടില്ല. എങ്കിലും മാതാവ് പറഞ്ഞപ്പോഴത്തേന് യേശു അതിനെ ആ സാഹചര്യത്തെ അത്ഭുതമാക്കി തീർത്തു. യേശു പറയുന്നത്, യേശു ഒരിക്കലും നമ്മളെ ലജ്ജിപ്പിച്ച് കളയത്തില്ല. കാരണം നമ്മുടെ സാഹചര്യം കണ്ടിട്ട് യേശു ഒരിക്കലും ആശ്വസിപ്പിച്ച് വിടുകയല്ല, അതിന് പ്രതിവിധി നന്നിട്ടേ യേശു പോകത്തുള്ളൂ. നമുക്കിവിടെ കാണാൻ പറ്റുന്ന, യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു എങ്കിലും മാതാവ് അവരോട് ചെന്നിട്ട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുവിന്ന്. ഹല്ലേലൂയ. ഇന്ന് യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ യഹൂദന്മാർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ ആദ്യം നല്ല വീഞ്ഞു കൊടുക്കും, പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ വീര്യം കുറഞ്ഞ വീഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് മനുഷ്യ ബുദ്ധി പ്രകാരം ഏറ്റവും നല്ലത് ആദ്യം കൊടുത്തിട്ട് അതിനുശേഷം വീര്യം കുറഞ്ഞ് വീഞ്ഞു കൊടുക്കുമ്പോൾ യേശു ഇവിടെ ചെയ്തത്, അവരോട് പറയുവാണ്, കൽഭരണികൾ എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം നിറയ്ക്കാനായിട്ട്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, യേശുവിനെ ശരിക്കും അറിയാൻ പറ്റാത്ത ആ ബാല്യക്കാർ, ആ ജോലിക്കാർ ഒരിക്കലും യേശു എന്താണെന്നൊന്നും അറിയത്തില്ല, യേശു അത്ഭുതം ചെയ്ത് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അവർ വിശ്വസിച്ചു. യേശു പറഞ്ഞപ്പോൾ തന്നെ അവർ ആ പാത്രങ്ങളെ നിറച്ച് കഴുകി വെള്ളം വക്കോളം നിറച്ചെന്ന് പറഞ്ഞു. യേശു പറഞ്ഞത് നിറയ്ക്കാൻ പറഞ്ഞ അവർ വക്കോളം നിറച്ചു, തുളുമ്പുമാർ നിറച്ചു. ഹല്ലേലൂയ. അങ്ങനെ നിറച്ച് ആ വീഞ്ഞ് അതിന് മുഴുവൻ വീഞ്ഞാക്കാൻ കർത്താവിന് സാധിച്ചു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പച്ചവെള്ളം പോലത്തെ വിഷയമാണോ? ഒരിക്കലും ഒരു ടേസ്റ്റ് ഇല്ലാത്ത ജീവിതമാണോ? ഒരു മധുരമില്ലാത്ത ജീവിതമാണോ? കയ്പിൻ്റെ അനുഭവമാണ് ഇന്ന് നടക്കുന്നത്. കർത്താവ് പറയാ, ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിറച്ചു കൊടുത്താൽ കർത്താവ് പറയാ, ഹല്ലേലൂയ, ഞാൻ അതിനെ മാധുര്യമുള്ള വീഞ്ഞാക്കുമെന്ന്. ഒരു വീഞ്ഞ് ഒരു 15 വർഷമെങ്കിലും തികഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു നല്ല മാധുര്യമുള്ള വീര്യമുള്ള വീഞ്ഞായി തീരത്തുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന യേശുവിൻ്റെ ഒരു നാനോ സെക്കൻഡിലുള്ള പ്രവൃത്തി കൊണ്ട് അത് മധുരമുള്ള വീഞ്ഞായി തീർന്നു.